6ാം ക്ലാസ്സിലെ സാമൂഹ്യശാസ്ത്രം പരീക്ഷയുടെ വിശകലനങ്ങളിലേക്ക് ഉത്തരങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം. തന്നിട്ടുള്ള 8 പ്രവർത്തനങ്ങളിൽ 6 എണ്ണത്തിന് ഉത്തരം എഴുതിയാൽ മതിയാകും. തിരഞ്ഞെടുക്കുന്ന 6 പ്രവർത്തനങ്ങളിലെയും എല്ലാ ഉപപ്രവർത്തനങ്ങളും ഉത്തരം എഴുതേണ്ടതാണ്. അതായത് ക്ലസ്റ്റർ ക്വസ്റ്റ്യൻസ് ABC കൊടുത്തിട്ടുള്ളത് അതുകൂടി എഴുതേണ്ടതാണ്. പ്രവർത്തനം 1 CE അതായത് കോമൺ ഇറ 8ാം നൂറ്റാണ്ട് മുതൽ വടക്കേ ഇന്ത്യയിൽ ഡൽഹി ആയിരുന്നല്ലോ അധികാര കേന്ദ്രം. തെക്കേ ഇന്ത്യയിൽ 17ാം നൂറ്റാണ്ടിൽ ആണ് മറാത്തകൾ പ്രബല ശക്തിയായി മാറിയത്. ചോദ്യം A, CE 8ാം നൂറ്റാണ്ട് മുതൽ 18ാം നൂറ്റാണ്ട് വരെയുള്ള കാലഘട്ടം ഇന്ത്യ ചരിത്രത്തിൽ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഉത്തരങ്ങൾ A ചരിത്രാതീത കാലഘട്ടം, B ചരിത്ര കാലഘട്ടം, C മധ്യകാലഘട്ടം, D ആധുനിക കാലഘട്ടം. ഉത്തരം C മധ്യകാലഘട്ടം, 8 മുതൽ 18 വരെയുള്ള കാലഘട്ടം. ആ സമയത്ത് ഡൽഹി ആയിരുന്നു ഇന്ത്യ ഭരിച്ചിരുന്നത്. അടുത്ത B ചോദ്യം. 2 ഭൂപടങ്ങൾ നൽകിയിട്ടുണ്ട്. ഡൽഹിയും മറാത്തയും അധികാര കേന്ദ്രമാകാൻ കാരണമായ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകളെക്കുറിച്ച് ഒരു താരതമ്യക്കുറിപ്പാണ് എഴുതേണ്ടത്. ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകളാണ് ഡൽഹിയെ അധികാര കേന്ദ്രമാക്കാൻ മുഗളന്മാരെ സ്വാധീനിച്ചത്. ആരവല്ലി പർവ്വതനിര, യമുന നദി, സിന്ധു ഗംഗാ സമതലം തുടങ്ങിയവയാണ് ഡൽഹി അധികാര കേന്ദ്രമാക്കുന്നതിന് സഹായിച്ചത്. എന്നാൽ മറാത്തയെ അധികാരത്തിലെത്താൻ സഹായിച്ചത് വിന്ധ്യ സാത്പുര നിരകൾ, നർമ്മദ, താപ്തി എന്നീ നദികളാണ്. അവ 2 പ്രദേശങ്ങൾക്കും ആവശ്യമായ സംരക്ഷണവും ജലസമ്പത്തും ഒക്കെ ലഭിച്ചതുകൊണ്ട് ആ പ്രദേശത്തെ ധാരാളം നിർമ്മാണ പ്രവർത്തനങ്ങളും വികസന പ്രവർത്തനങ്ങളും നടത്തുവാൻ സാധിക്കുകയും ശത്രുക്കളിൽ നിന്ന് രക്ഷ നേടാനായിട്ട് ആരവല്ലി പർവ്വതനിര പോലെയുള്ളവ സഹായിക്കുകയും ചെയ്തു. ഇത് 2 താരതമ്യപ്പെടുത്തിയാണ് ഉത്തരം എഴുതേണ്ടത്. നദികൾ, യമുന നദി, സിന്ധു ഗംഗാ സമതലം കൃഷിയെ വല്ലാതെ സഹായിച്ചു. ആരവല്ലി പർവ്വതനിര ഒരു കോട്ട പോലെ സംരക്ഷണം, അവിടുത്തെ കല്ലുകൾ ഉപയോഗിച്ച് നിർമ്മാണ പ്രവർത്തനങ്ങൾ. വിന്ധ്യ സാത്പുര പർവ്വതനിരകളാണ് ഇവിടെ മറാത്തയിൽ രക്ഷയ്ക്കായിട്ട് ഉണ്ടായിരുന്നത്. നർമ്മദ, താപ്തി നദികളാണ് ജലസമ്പത്തായി അവർക്ക് ലഭിച്ചത്. അപ്പോൾ ആവശ്യമായ സംരക്ഷണവും ജലസമ്പത്തും ഭൂപ്രകൃതിപരമായ പ്രത്യേകതകളാണ്. ആ ഭൂമിശാസ്ത്ര സവിശേഷതകൾ ഡൽഹിയെയും മറാത്തയെയും അധികാര കേന്ദ്രങ്ങളിൽ എത്തിച്ച കാലഘട്ടമാണ് ഈ മധ്യകാലഘട്ടം. അപ്പോൾ മറാത്ത രാജ്യത്തിൻ്റെ അധീനതയിലുണ്ടായിരുന്ന കാര്യങ്ങൾ അവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അത് 2 താരതമ്യപ്പെടുത്തി എഴുതിയാൽ മാത്രം മതിയാകും. ഉത്തരങ്ങളൊക്കെ ആ ഭൂപടത്തിൽ തന്നെ ഉണ്ട്. ക്ലസ്റ്റർ ക്വസ്റ്റ്യൻ C, കോമൺ ഇറ 8ാം നൂറ്റാണ്ടിൽ ഏത് രാജവംശത്തിൻ്റെ ഭരണകാലത്താണ് ഡൽഹി ആദ്യമായി അധികാര കേന്ദ്രമാകുന്നത്? മാലൂക്ക് വംശം, ചൗഹാൻ രാജവംശം, തൊമര രാജവംശം, അടിമവംശം. C 8ാം നൂറ്റാണ്ടിൽ ഏത് രാജവംശത്തിൻ്റെ ഭരണകാലത്താണ് ഡൽഹി ആദ്യമായി അധികാര കേന്ദ്രമാകുന്നതെന്നാണ് ചോദ്യം. ആദ്യമായി അധികാര കേന്ദ്രമാകുന്നത് തൊമര രാജവംശ കാലഘട്ടത്തിലാണ്. അടുത്തത് പ്രവർത്തനം 2. കേരളത്തിൻ്റെ ഭൂപ്രകൃതിയും മണ്ണും കാലാവസ്ഥയും എല്ലാം കൃഷിക്ക് ഏറ്റവും അനുകൂലമാണ്. ഇതിനെ ഉപയോഗപ്പെടുത്തുന്ന ഒരു ജീവിത ശൈലിയിലേക്ക് നാം മാറേണ്ടതുണ്ട്. ചോദ്യം. ഓരോ കുടുംബവും അവർക്ക് ആവശ്യമുള്ള പച്ചക്കറി കൃഷി ചെയ്യുന്നതുകൊണ്ടുള്ള നേട്ടങ്ങൾ എന്തൊക്കെയാണെന്ന് എഴുതുക. എന്താണ്? ഭക്ഷ്യ സ്വയം പര്യാപ്തതയാണ് ഉണ്ടാകുന്നത്. ഓരോരുത്തർക്കും ആവശ്യമായ പച്ചക്കറി ഉൽപ്പാദനം നാം നടത്തുകയാണെങ്കിൽ, ഓരോ കുടുംബവും നടത്തുകയാണെങ്കിൽ ഭക്ഷ്യ സ്വയം പര്യാപ്തത, അന്യനാടുകളുടെ പച്ചക്കറി ലോറി വരുന്നതിന് വേണ്ടി കാത്തു നിൽക്കേണ്ട ആവശ്യം വരുന്നില്ല. കൂടാതെ വിഷമില്ലാത്ത പച്ചക്കറി നമുക്ക് ലഭിക്കുന്നു. വിഷമില്ലാത്ത പച്ചക്കറിയുടെ ഉൽപ്പാദനവും വിപണനവും നടത്താൻ സാധിക്കുന്നു. സാമ്പത്തിക ലാഭം ഉണ്ടാകുന്നു. ജീവിതശൈലി രോഗങ്ങൾ ഉണ്ടാകുന്നില്ല. പിന്നെ ഒരു കായികാധ്വാനമാണ്, മാനസികോല്ലാസം ലഭിക്കുന്നു. തുടർന്നുള്ള അങ്ങനെ കാര്യങ്ങൾ നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. അടുത്ത B ചോദ്യം. സംസ്ഥാന ഹോർട്ടിക്കൾച്ചർ മിഷൻ്റെ ലക്ഷ്യത്തിൽ പെടാത്തത്. അപ്പോൾ ഹോർട്ടിക്കൾച്ചർ മിഷൻ ഉദ്ദേശമിട്ടിരിക്കുന്നത് പച്ചക്കറി കൃഷി, സുഗന്ധവിള കൃഷി, കൂൺ കൃഷിയാണ്. അതിൽ പെടാത്തത് ഏതാണ്? റബ്ബർ കൃഷി. പ്രവർത്തനം 3. 1526 മുതൽ ഡൽഹി മുഗൾ ഭരണത്തിൻ്റെ കീഴിലായിരുന്നല്ലോ. CE 9ാം നൂറ്റാണ്ടിൽ ദക്ഷിണേന്ത്യയിൽ ചോള രാജവംശം പ്രബലമായി. താഴെ പറയുന്നവയിൽ ശരിയല്ലാത്ത പ്രസ്താവന കണ്ടെത്തി രേഖപ്പെടുത്തുക. അതിൽ 4 ഉത്തരങ്ങൾ നൽകിയിട്ടുണ്ട്. അതിൽ A, 1ാം പാനിപ്പത്ത് യുദ്ധത്തിൽ ബാബർ ഡൽഹി പിടിച്ചെടുത്തു. B, മാൻസബ്ദാരി സമ്പ്രദായം അക്ബർ നടപ്പിലാക്കി. C, മുഗൾ സാമ്രാജ്യം ഏറ്റവും കൂടുതൽ വിസ്തൃതമായത് അക്ബറുടെ ഭരണകാലത്താണ്. D, ഔറംഗസേബിന് ശേഷം മുഗൾ സാമ്രാജ്യം ദുർബലമായി എന്നുള്ളതാണ്. അപ്പോൾ മുഗൾ സാമ്രാജ്യം ഏറ്റവും കൂടുതൽ വിസ്തൃതമായത്
അക്ബറുടെ ഭരണകാലത്താണ് എന്നുള്ളതാണ് ശരിയായ ഉത്തരം. അതുപോലെ ബി ചോദ്യം, ചിത്രം നിരീക്ഷിച്ച് ചോള സാമ്രാജ്യം ഇന്ത്യക്ക് പുറത്ത് ഏതൊക്കെ രാജ്യങ്ങളിൽ വ്യാപിച്ചിരുന്നു എന്ന് എഴുതുക എന്നുള്ളതാണ്. ഉത്തരം അവിടെ കൊടുത്തിട്ടുണ്ട്. മലേഷ്യ, ഇന്തോനേഷ്യ, ശ്രീലങ്ക, ചോള സാമ്രാജ്യം. വളരെ എളുപ്പമുള്ള ചോദ്യങ്ങളാണ്. അല്പം ബുദ്ധിപൂർവ്വം പരീക്ഷയെ സമീപിച്ച എല്ലാവർക്കും എ ഗ്രേഡ് മേടിക്കാവുന്നത് മാത്രമേ ഉള്ളൂ. സി, ചോള സാമ്രാജ്യം അയൽ രാജ്യങ്ങളിലേക്ക് വ്യാപിക്കാനിടയാക്കിയ സാഹചര്യങ്ങൾ ഉൾപ്പെടുത്തി ഒരു കുറിപ്പ് തയ്യാറാക്കുക. ചോളരാജ്യത്തിന് ശക്തമായൊരു നാവിക സൈന്യം ഉണ്ടെന്ന് നമ്മൾ കണ്ടു. മികച്ച സൈനികർ, ആയുധശേഖരവും തുടങ്ങി അനുയോജ്യമായ രീതിയിൽ അയൽ രാജ്യങ്ങളിലേക്ക് ചോള സാമ്രാജ്യം വ്യാപിക്കാൻ അവ ഇടയാക്കി. അതായത് മികച്ച സൈനികരും വൻ ആയുധശേഖരവുമാണ് ചോള സാമ്രാജ്യത്തിൻ്റെ സമൃദ്ധിയായി ഉണ്ടായിരുന്നത്. പ്രവർത്തനം 4, മധ്യകാലഘട്ടത്തിൽ ഇന്ത്യ സന്ദർശിച്ച വിദേശ സഞ്ചാരികളുടെ സഞ്ചാരക്കുറിപ്പുകളിലെ പ്രധാന മേഖലകളാണ് നൽകിയിരിക്കുന്നത്. അവർ സഞ്ചാരക്കുറിപ്പുകളിൽ സൂചിപ്പിച്ചിരുന്ന പ്രധാന വിഷയങ്ങളാണ് 4 നൽകിയിരിക്കുന്നത്. അത് കൃഷിയും കൈത്തൊഴിലും, തൊഴിൽ കേന്ദ്രങ്ങൾ, നഗരങ്ങളും വാണിജ്യവും, വിജ്ഞാന കേന്ദ്രങ്ങൾ, അവയെക്കുറിച്ചാണ് അവർ എഴുതിയിരിക്കുന്നത്. അപ്പോൾ തൊഴിൽ കേന്ദ്രങ്ങളെ പറ്റി എന്തായി താഴെ കൊടുത്തിരിക്കുന്ന സഞ്ചാരക്കുറിപ്പിൽ കൊടുത്തിരിക്കുന്നത്? തൊഴിൽ കേന്ദ്രങ്ങളെ പറ്റി എന്താണ് സൂചിപ്പിച്ചിട്ടുള്ളത്? കാർഖാനകൾ പ്രവർത്തിക്കുന്ന വലിയ മുറികൾ പല സ്ഥലങ്ങളിലും കാണുന്നുണ്ട് എന്ന് പറയുന്നതാണ് തൊഴിൽ കേന്ദ്രങ്ങളാണ്. വിജ്ഞാന കേന്ദ്രത്തെപ്പറ്റി ഇവിടെ പറയുന്നുണ്ട്. വിജ്ഞാന കേന്ദ്രത്തെപ്പറ്റി പറയുന്നത് എന്താണ്? അവിടെ ഉത്തരം നൽകിയിട്ടുണ്ട്. നമ്മൾ ഇന്ത്യക്കാർക്ക് ഏത് ഭാഷയിലും സംസാരിക്കാനാകും, എന്നാൽ മറ്റുള്ളവർക്ക് നമ്മുടെ ഭാഷ വഴങ്ങാൻ ബുദ്ധിമുട്ടാണെന്ന് അവർ എഴുതിയിട്ടുണ്ട് സഞ്ചാരക്കുറിപ്പിൽ. അത് വിജ്ഞാന കേന്ദ്രങ്ങളെക്കുറിച്ചാണ്, അതായത് സർവകലാശാലകളെക്കുറിച്ചൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. സി, മൂന്നാമത്തത്, ധാന്യങ്ങൾ കൃഷി ചെയ്യുന്നതിനും കന്നുകാലികളെ മേയ്ക്കുന്നതിനും ഭരണാധികാരികൾക്ക് ഭൂമിക്കരവും മേച്ചിൽക്കരവും കൊടുക്കണമെന്നുള്ളത് ഏതുമായി ബന്ധപ്പെട്ടതാണ്? വളരെ എളുപ്പമാണ്, കൃഷിയും കൈത്തൊഴിലും അല്ലേ. അടുത്തത് ഡി, വിജയനഗരം എന്ന മഹാനഗരി എന്ന് പറയുമ്പോൾ തന്നെ നഗരങ്ങളും വാണിജ്യവും നിങ്ങൾക്ക് കിട്ടണം. കീഴ്ക്കാംതൂക്കായ മലനിരകൾക്ക് അരികിലാണ് വിജയനഗരം എന്ന മഹാനഗരി. കീഴ്ക്കാംതൂക്കായ മലനിരകൾക്ക് അരികിലാണ്. വാണിജ്യത്തെപ്പറ്റിയും നഗരത്തെപ്പറ്റിയാണ് അവിടെ സൂചിപ്പിക്കുന്നത്. ബി ചോദ്യം, മുഗൾ കാലഘട്ടത്തിലും സൽത്തനത്ത് കാലഘട്ടത്തിലും ഉദ്യോഗസ്ഥർക്ക് വേതനമായി ഭൂമി പതിച്ചു കൊടുത്തിരുന്ന സമ്പ്രദായം ഏതെല്ലാം പേരുകളിലാണ് അറിയപ്പെട്ടിരുന്നത്? 2 കാലഘട്ടത്തിൽ. മുഗൾ കാലഘട്ടത്തിൽ നമുക്കറിയാം ജാഗിർദാരി എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ഉദ്യോഗസ്ഥർക്ക് ഭൂമി വേതനമായിട്ട് പതിച്ചു നൽകുന്ന സമ്പ്രദായത്തിന് ജാഗിർദാരി എന്നാണ് പറയുന്നത്. സൽത്തനത്ത് കാലഘട്ടത്തിൽ അതിന് ഇക്ത എന്നാണ് പറഞ്ഞിരുന്നത്. അടുത്ത പ്രവർത്തനം 5, മുഗൾ കാലഘട്ടത്തിലെ സാമൂഹ്യ ജീവിതവുമായി ബന്ധപ്പെട്ട ചില പ്രസ്താവനകളാണ് നൽകിയിരിക്കുന്നത്. ശരിയായ പ്രസ്താവന കണ്ടെത്തി എഴുതണം. ചോദ്യം എ, ജാതി, മതം, സമ്പത്ത് തുടങ്ങിയവയൊന്നും സാമൂഹിക പദവികൾ നിർണ്ണയിക്കുന്നതിൽ പങ്കു വഹിച്ചിരുന്നില്ല എന്നതാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ മുഗൾ കാലഘട്ടത്തിലെ സാമൂഹ്യ ജീവിതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അതെല്ലാം. കൈത്തൊഴിലുകളും കൃഷിയിലും ഏർപ്പെട്ടിരുന്നവർ സമൂഹത്തിലെ താഴെത്തട്ടിലുള്ളവരായിരുന്നു. കൈത്തൊഴിലും കൃഷിയൊക്കെ ചെയ്തിരുന്നത് സമൂഹത്തിലെ താഴെത്തട്ടിലുള്ളവരായിരുന്നു. അതാണ് ശരിയായ പ്രസ്താവന. മറ്റൊന്ന് ബി, അന്ധവിശ്വാസം. എല്ലാവർക്കും ഒരേ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുമാണ് ഉണ്ടായിരുന്നതെന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. എന്നാൽ ശരിയായ പ്രസ്താവന എല്ലാവർക്കും തുല്യ പ്രാധാന്യവും തുല്യനീതിയും ഉണ്ടാവണം. അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ഇല്ലാത്ത ഒരു സമൂഹമായിരിക്കണം എന്നുള്ളതായിരുന്നു അവരുടെ ആഗ്രഹം. എയിൽ കൈത്തൊഴിലുകളും കൃഷിയിലും ഏർപ്പെട്ടിരുന്ന സമൂഹത്തിലെ താഴെത്തട്ടിലുള്ളവരായിരുന്നു എന്നുള്ളതാണ് ശരിയായ പ്രസ്താവന. ബിയിൽ മുഗൾ കാലഘട്ടത്തിലെ സാമൂഹിക സാമ്പത്തിക വ്യവസ്ഥിതി ആധുനിക സമൂഹത്തിന് യോജിച്ചതാണോ, എന്തുകൊണ്ട്? നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക എന്നുള്ളതാണ്. അപ്പോൾ മുഗൾ കാലഘട്ടത്തിലെ സാമൂഹിക വ്യവസ്ഥിതി ആധുനിക സമൂഹത്തിന് യോജിച്ചതാണ്. കാരണം എല്ലാവർക്കും തുല്യ പ്രാധാന്യം തുല്യനീതി ഉണ്ടാവണമെന്നാണ് അവരാഗ്രഹിച്ചിരുന്നത്. ആ കാലഘട്ടത്തിൽ പോലും അന്ധവിശ്വാസങ്ങളോ അനാചാരങ്ങളോ ഇല്ലാത്ത സമൂഹം ഉണ്ടാവണമെന്നാണ് അവർ ആഗ്രഹിച്ചിരുന്നത്. അതുകൊണ്ട് അത്തരം അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയാൽ നിങ്ങൾക്ക് അതിനുള്ള മാർക്ക് മുഴുവൻ ലഭിക്കുന്നതാണ്. പ്രവർത്തനം 6, ഗ്രാമീണ ജീവിത രീതിയിൽ നിന്ന് നാഗരികതയിലേക്ക് മാറിയ മലയാളി ഇന്ന് അഭിമുഖീകരിക്കുന്ന ഒരു പ്രധാന പ്രശ്നമാണ് മാലിന്യ സംസ്കരണം. മാലിന്യം വീട്ടിൽ തന്നെ സംസ്കരിക്കുന്നതിന് ഏതെങ്കിലും 2 പദ്ധതികൾ നിർദ്ദേശിക്കുക എന്നുള്ളതാണ് ചോദ്യം. മണ്ണിര കമ്പോസ്റ്റ് ഉണ്ടാക്കുകയാണെങ്കിൽ ധാരാളം മാലിന്യങ്ങൾ നമുക്ക് മണ്ണിരയ്ക്ക് ഭക്ഷണമായിട്ട് ഇട്ട് കൊടുക്കാൻ വേണ്ടി സാധിക്കും. അതുപോലെ ജൈവ മാലിന്യങ്ങൾ ഉപയോഗിച്ച് ബയോഗ്യാസ് പ്രവർത്തിപ്പിക്കാൻ സാധിക്കും. കൂടാതെ വീട്ടിലെ മാലിന്യങ്ങൾ അവിടെ തന്നെ സംസ്കരിച്ച് ജൈവവളമാക്കുക. അപ്പോൾ
ആ വളം ഉപയോഗിച്ച് നമുക്ക് കൃഷി ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കും. അപ്പോൾ കേരളത്തിലെ കാർഷിക ഭൂവിനിയോഗത്തിലുണ്ടായ മാറ്റങ്ങളാണ് അവിടെ നമ്മൾ സൂചിപ്പിക്കേണ്ടത്. മാലിന്യം വലിച്ചെറിയുക എന്നുള്ള സ്വഭാവം മാറ്റി ബയോഗ്യാസും മണ്ണിര കമ്പോസ്റ്റും മറ്റു വളങ്ങളൊക്കെ ആക്കി മാറ്റുന്നതാണ് സൂചിപ്പിക്കേണ്ടത്. ബി, മാലിന്യ സംസ്കരണത്തെക്കുറിച്ച് ജനങ്ങളെ ബോധവൽക്കരിക്കാൻ ഒരു പോസ്റ്റർ തയ്യാറാക്കുക. അപ്പോൾ അതിന് നല്ല ഉചിതമായ തലക്കെട്ടുണ്ടാവണം, വിഷയബന്ധിതമായ വാചകങ്ങളുണ്ടാവണം, ചിത്രങ്ങളും കൂടി അതിനകത്ത് ഉൾപ്പെടുത്തുകയാണെങ്കിലാണ് സ്കോർ 3 കിട്ടുക. പ്രവർത്തനം 7, നൽകിയിരിക്കുന്ന പട്ടിക പരിശോധിച്ച് സാധനം ഏതാണ് സേവനം ഏതാണെന്നുള്ളത് തമ്മിലുള്ള വ്യത്യാസം കുറിക്കുക. അരി, കർഷകൻ, അരിമില്ല്, കച്ചവടക്കാർ. സാധനം എന്ന് പറഞ്ഞാൽ എന്താണ്, സേവനം എന്താണ് നോക്കാം. വസ്ത്രം, കോട്ടൺ കൃഷി, നൂൽക്കൽ, വസ്ത്രനിർമ്മാണ കമ്പനി, ടെക്സ്റ്റൈൽ ഷോപ്പ്, തയ്യൽക്കാരൻ. അപ്പോൾ അരി എന്നുള്ളിടത്ത് അവിടെ സേവനം നമുക്ക് ലഭിക്കുന്നത് കർഷകൻ്റെയാണ്, കച്ചവടക്കാരുടെയാണ്. വസ്ത്രം അതുപോലെ തന്നെ ആ തയ്യൽക്കാരൻ, ടെക്സ്റ്റൈൽ ഷോപ്പ് ഉടമ, നൂൽക്കുന്നയാൾ, കോട്ടൺ കൃഷി, വസ്ത്രനിർമ്മാണ കമ്പനി, ഇവരുടെയൊക്കെ സേവനമാണ് നമുക്ക് ലഭിക്കുന്നത്. സാധനമാണ് വസ്ത്രമായിട്ട് കണക്കാക്കേണ്ടത്. ഔഷധം അതേ ഒരു സാധനമാണ്, എന്നാൽ അത് നമുക്ക് ലഭ്യമാക്കുന്നത് ഡോക്ടർ, മരുന്ന് കമ്പനി, മെഡിക്കൽ ഷോപ്പ് തുടങ്ങിയവ സേവനങ്ങളിലൂടെയാണ് നമുക്കത് ലഭ്യമാകുന്നത്. ഇനി അതിൽ ബി, കൂട്ടത്തിൽ പെടാത്തത് കണ്ടെത്തുക. പോസ്റ്റ് കാർഡ്, പോസ്റ്റ് കവർ, പോസ്റ്റ് ബോക്സ്, പോസ്റ്റ് ഓഫീസ്. ഏതാണ് ശരിയായ ഉത്തരം? പോസ്റ്റ് ഓഫീസാണ് ശരിയായ ഉത്തരം. അടുത്തത് ചോദ്യം സി, ദൈനംദിന ആവശ്യങ്ങൾക്കുള്ള സാധനങ്ങൾ പരമാവധി സ്വയം ഉൽപ്പാദിപ്പിക്കണം. ഈ പ്രസ്താവനയോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? എന്തുകൊണ്ട്? അപ്പോൾ നമുക്ക് ആവശ്യമായിട്ടുള്ള വസ്തുക്കൾ നമ്മൾ തന്നെ ഉണ്ടാക്കുകയും ഭക്ഷ്യ സ്വയം പര്യാപ്തത നേടുകയും ചെയ്യണം. നമ്മൾ മുൻ ചോദ്യങ്ങളിൽ കണ്ടു. സാമൂഹ്യ നന്മയ്ക്കുതകുന്ന നിലപാടാണത്. അതുകൊണ്ട് തന്നെ സമൂഹത്തിന് ഗുണകരമായ രീതിയിൽ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കുകയും നമ്മുടെ പറമ്പിലുണ്ടാകുന്ന മാലിന്യങ്ങൾ അത് വളമാക്കാനും അതുപോലെ തന്നെ നമ്മുടെ ഭൂമി വളരെ ഫലപ്രദമായി ഉപയോഗിക്കുകയൊക്കെ ചെയ്യുന്നത് ഒരു സാമൂഹിക നന്മയാണ്. അത്തരത്തിലേക്ക് നമ്മൾ ദൈനംദിന എന്ന് പറഞ്ഞാൽ ദിവസവും ആവശ്യമുള്ള സാധനങ്ങൾ പരമാവധി സ്വയം ഉൽപ്പാദിപ്പിക്കേണ്ടതാണെന്ന് പ്രസ്താവിക്കുക. അടുത്തത് ഏറ്റവും അവസാനത്തെ ചോദ്യം, പ്രവർത്തനം 8. കേരളത്തിൻ്റെ ഭൂപ്രകൃതി അനുസരിച്ചുള്ള വിവിധ ഇനം വിളകളാണ് ചുവടെ കൊടുത്തിരിക്കുന്നത്. ചേന, മരച്ചീനി, തെങ്ങ്, നെല്ല്, വാഴ, കാപ്പി, തേയില, ഗ്രാമ്പു, ഏലം, റബ്ബർ. ഇവയെല്ലാം ഏത് ഭൂവിഭാഗങ്ങളിലാണ് ഉണ്ടാകുന്നതെന്നാണ് തരംതിരിച്ച് എഴുതേണ്ടത്. നമ്മൾ പഠിച്ചു മലനാട്, ഇടനാട്, തീരപ്രദേശം എന്നിവയിൽ ഉണ്ടാകുന്ന വിളകൾ ഏതൊക്കെയാണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. മലനാട്ടിൽ ഏതൊക്കെയാണ്? തേയില, കാപ്പി, ഏലം, ഗ്രാമ്പു. ഇടനാട് പ്രദേശത്ത് മരച്ചീനി, വാഴ, ചേന, റബ്ബർ. തീരപ്രദേശം നമുക്കറിയാം നെല്ലും തെങ്ങുമാണ് അവിടെ ധാരാളമായിട്ട് വളരുന്നത്. അങ്ങനെ പട്ടിക തിരിച്ചെഴുതി കഴിഞ്ഞാൽ എ ഗ്രേഡ് ലഭിക്കുന്നതാണ്. ആവർത്തിച്ച് വീഡിയോ കാണുക. വീഡിയോ വളരെ ഗുണകരമായ രീതിയിൽ കാണുകയും ഉപയോഗപ്പെടുത്തുകയും ചെയ്തെങ്കിൽ മാത്രമേ ഇനി ഈ വിഷയങ്ങളിൽ തന്നെ ഈ 1 മുതൽ 4 വരെയുള്ള അധ്യായങ്ങളിൽ വന്നിട്ടുള്ള ചോദ്യങ്ങൾക്ക് വളരെ ഭംഗിയായിട്ട് നിങ്ങൾക്ക് ഉത്തരം എഴുതാനായിട്ട് ഇനിയും സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ഇതിൻ്റെ എല്ലാം ചോദ്യത്തിൻ്റെ ഉത്തരങ്ങളും ചോദ്യങ്ങളും നോട്ട് ബുക്കിൽ എഴുതി ആവർത്തിച്ച് കണ്ട് പഠിച്ച് ഉറപ്പിക്കുക. തുടർന്നുള്ള പാഠങ്ങൾ വരുമ്പോൾ സമാനമായ ഇത്തരം ചോദ്യങ്ങൾ കണ്ടെത്താനുള്ള ഒരു കഴിവ് കൂടി നിങ്ങൾക്കുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി.